പാലക്കാടുമുണ്ട് പ്രശ്നം, പത്തനംതിട്ടയിലുമുണ്ട് പ്രശ്നം. പത്തനംതിട്ട തിരുവല്ലയിലെ CPM വിഭാഗീയതയും ഇരു വിഭാഗങ്ങളെയും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് CPM ജില്ലാ നേതൃത്വം. ഇന്ന് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചർച്ച നടക്കും. വിഭാഗീയത രൂക്ഷമായതിനെ തുടർന്ന് CPM തിരുവല്ല ടൗൺ നോർത്ത് സമ്മേളനം ഇതുവരെ നടത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ, പത്തനംതിട്ടയിലുമുണ്ട് ചില പ്രശ്നങ്ങളല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഒരു കാലത്ത് പത്തനംതിട്ട ജില്ല എന്നുള്ളത് പിണറായി പക്ഷവും ഒപ്പം തന്നെ VS പക്ഷവും നേർക്കുനേർ ആശയപരമായി പോരടിക്കുന്ന ഒരു ജില്ലയായിരുന്നു. പിന്നീട് പിണറായി പക്ഷം ശക്തി പ്രാപിക്കുകയും VS പക്ഷം ദുർബലരാകുകയും ചെയ്തു. അന്നൊക്കെ ആശയപരമായിട്ടായിരുന്നു ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വലിയ തർക്കങ്ങൾ നടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാദേശികമായി നേതൃത്വങ്ങൾ തമ്മിലുള്ള പരസ്പരം വിഴുപ്പലക്കൽ ആണ് നടക്കുന്നതെന്ന് പറയേണ്ടി വരും. തിരുവല്ലയിലും അതുതന്നെയാണ് നടക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ CPMന്റെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് തിരുവല്ല. അവിടെ നവംബർ 13-ാം തീയതി CPIM തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം നടന്നിരുന്നു. അവിടേക്ക് CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാം തുടങ്ങിയ മുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്നു. അവിടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആ പ്രവർത്തന റിപ്പോർട്ട് എല്ലാ അംഗങ്ങൾക്കും വിതരണം ചെയ്തു. അത് 52 പേജാണ് ആ പ്രവർത്തന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആദ്യത്തെ ഒരു 7-8 പേജ് കഴിഞ്ഞപ്പോൾ തന്നെ ആ ലോക്കൽ സമ്മേളനം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയി. കാരണം ഈ പ്രവർത്തന റിപ്പോർട്ടിൽ 8 പേജുകൾക്ക് ശേഷം ബാക്കി മുഴുവനും CPIM തിരുവല്ല ഏരിയ നേതൃത്വത്തിനെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് സ്വാഭാവികമായും ലോക്കൽ സമ്മേളനം അന്ന് തുടരുകയാണെങ്കിൽ പ്രത്യക്ഷത്തിൽ ജില്ലാ നേതൃത്വത്തിനെതിരെയും ഒപ്പം തന്നെ ഏരിയ നേതൃത്വത്തിനെതിരെയും വിമർശനങ്ങൾ ഉയരും എന്ന് കണ്ടുകൊണ്ട് ആ പ്രതിനിധികൾക്ക് നൽകിയ ആ പ്രവർത്തന റിപ്പോർട്ട് തിരികെ വാങ്ങിക്കുകയാണ് ചെയ്തത്. ആ പ്രവർത്തന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ആ പ്രവർത്തന റിപ്പോർട്ടിൽ CPIM തിരുവല്ല ഏരിയ നേതൃത്വത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉണ്ടായിരുന്നത്. തിരുവല്ലയിൽ CPMൽ 2 വിഭാഗങ്ങൾ, അത് വിഭാഗീയത ശക്തമാകുന്നു എന്ന് തന്നെ നമുക്ക് ആ പ്രവർത്തന റിപ്പോർട്ടിലെ ഓരോ പേജും വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. പ്രധാനമായും അവിടെ കോട്ടാലി മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സജിമോനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇരു വിഭാഗങ്ങൾ തമ്മിൽ തർക്കങ്ങൾ നടന്നത്. സജിമോൻ പീഡനക്കേസിൽ പ്രതിയായതിനെ തുടർന്ന് CPMലെ ഒരു വിഭാഗം സജിമോനെതിരെ രംഗത്ത് വന്നു. അതിനെ തുടർന്ന് ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഒപ്പം തന്നെ ലോക്കൽ കമ്മിറ്റി അംഗം എന്ന സ്ഥാനത്ത് നിന്നും സംസ്ഥാന നേതൃത്വം ഇടപെട്ട് സജിമോനെ മാറ്റിയിരുന്നു. പക്ഷേ അതിനുശേഷം കൺട്രോൾ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടുകയും സജിമോൻ പാർട്ടിയിൽ നിൽക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി പോവുകയും ചെയ്തു. എന്നാൽ അതിനെതിരെ ശക്തമായിട്ടുള്ളൊരു വികാരം തിരുവല്ലയിൽ ഉണ്ടായി. അത് ആ പ്രവർത്തന റിപ്പോർട്ടിലും കൃത്യമായി പറയുന്നുണ്ട്. അതായത് മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഫ്രാൻസിസ് V. ആന്റണി പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ചു. സജിമോനെ തിരികെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കാൻ ശ്രമിക്കുന്നു. സജിമോൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കാൻ കഴിയാത്തതിൻ്റെ നിരാശ കൊണ്ട് പാർട്ടി അണികളിൽ വിഭിന്നത ഉണ്ടാക്കുന്നു. പുതുതായ ആളുകൾ പാർട്ടിയിലേക്ക് വരുന്നതിനെ തടയുന്നു മുൻ ഏരിയ സെക്രട്ടറി തുടങ്ങിയ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഈ പ്രവർത്തന റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ലോക്കൽ സമ്മേളനം മാറ്റിവെക്കേണ്ടി വന്നത്. ഇനിയിപ്പോൾ ഡിസംബർ 11-ന് തിരുവല്ല ഏരിയ സമ്മേളനം നടക്കാൻ പോവുകയാണ്. ആ ഏരിയ സമ്മേളനം നടക്കണമെന്നുണ്ടെങ്കിൽ തിരുവല്ല നോർത്ത് ലോക്കൽ സമ്മേളനം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതാണിപ്പോൾ ജില്ലാ നേതൃത്വത്തിന് ഏറ്റവും വലിയ തലവേദനയായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഉച്ചയോടെ ഒരുപക്ഷെ തിരുവല്ലയിൽ നിന്നും ഈ 2 വിഭാഗം ആളുകളും ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അവിടെ മുതിർന്ന നേതാക്കൾ ഈ 2 വിഭാഗങ്ങളുമായി ചർച്ച നടത്തും. പാർട്ടിയുടെ മുന്നിലുള്ളത് ഡിസംബർ 11-ന് എങ്ങനെയെങ്കിലും തിരുവല്ല ഏരിയ സമ്മേളനം നടത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. ഈ 2 വിഭാഗങ്ങളെയും അവരവരുടെ കാര്യങ്ങൾ പറയാനുള്ളൊരു അവസരം കൊടുക്കുക. ഒപ്പം തന്നെ പാർട്ടി ജില്ലാ നേതൃത്വവും ഒരു തീരുമാനം ഇന്ന് പറഞ്ഞേക്കും. അരുൺ, താങ്ക് യു. പ്രവീൺ പുരുഷോത്തമനാണ് നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ പത്തനംതിട്ടയിലും പ്രശ്നമുണ്ട്, കൊഴിഞ്ഞാമ്പാറയിലും പ്രശ്നമുണ്ട്, പാലക്കാട്. പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം സമ്മേളനം കഴിയുന്നതോടെ അവസാനിക്കും എന്നതാണ് CPMന്റെ നേതൃത്വം കണക്കാക്കുന്നത്. അവസാനിച്ച പാർട്ടിക്ക് നല്ലത്. ആശയമല്ല ആമാശയമാണ് പ്രശ്നമെന്ന നിലയിലേക്ക് CPM പാർട്ടി മാറുന്നതിൽ ഒരു വിഭാഗത്തിന് വലിയ ശക്തമായിട്ടുള്ള അമർഷമുണ്ട്. പാർട്ടിയല്ല, പാർട്ടിയിലെ ചില പ്രാദേശിക നേതാക്കൾ മാറുന്നു എന്നുള്ളതാണ്. അവരുടെ പേരിലുള്ള ആരോപണങ്ങൾ കണ്ടാലുണ്ടല്ലോ നമ്മൾ ഞെട്ടിപ്പോവും. ലൈംഗികാരോപണം മുതലങ്ങ് മാഫിയ സംഘങ്ങളുമായുള്ള ബന്ധം വരെ ഈ പറയുന്ന പത്രക്കുറിപ്പുകളിലും പോസ്റ്ററുകളിലുമൊക്കെ കാണാൻ സാധിക്കും. അപ്പം ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ പ്രാദേശിക ഘടകങ്ങളിൽ സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പാർട്ടി അതൊക്കെ ഉൾക്കൊണ്ടുപോയാൽ പാർട്ടിക്ക് നല്ലത് എന്നേ നമുക്ക് പറയാനുള്ളൂ.